നമസ്കാരം. ആദ്യമായിട്ട് എല്ലാവർക്കൊരു ശുഭദിനം നേരുന്നു. ഹാപ്പി ഓണം. ഓണാഘോഷമൊക്കെ കഴിഞ്ഞ് നമ്മൾ മാർക്കറ്റിൽ ഇന്ന് എത്ര പേര് വലിയ തോതിൽ ആക്റ്റീവായിട്ട് ഉണ്ടാകുമെന്ന് അറിയില്ല. എങ്കിലും ഇന്ന് സെറ്റിൽമെൻറ്റ് ഹോളിഡേ ആണ്. അതിനർത്ഥം ഇന്ന് എടുക്കുന്ന സ്റ്റോക്കുകളുടെ പ്രോഫിറ്റ് ഇല്ലാതെ തന്നെ നാളെ സെറ്റിൽ ചെയ്യും. മാർക്കറ്റിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഏകദേശം ഒരു 15,000 കോടി രൂപയുടെ ഹ്യൂജ് ബൈയിങ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി കഴിഞ്ഞ ആഴ്ച ഏകദേശം ഒരു 500 പോയിൻറ്റിൻ്റെ ഒരു റാലിയാണ് ഒരാഴ്ച കൊണ്ട് ലഭിച്ചത്. ഫിനാൻഷ്യൽ കമ്പനീസും IT കമ്പനീസും FISന് ഇഷ്ടപ്പെട്ട ആ ഒരു സെക്ടറിൽ നടന്ന ഒരു ഹ്യൂജായിട്ടുള്ള നിക്ഷേപമാണ് നിഫ്റ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റിയത്. 25,350 പരിസരത്ത് നിഫ്റ്റി നിൽക്കുമ്പോൾ ഈ ആഴ്ച ആഗോള വിപണിയെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ ഈവൻ്റ് ഉണ്ട്. ബുധനാഴ്ച ദിവസം 50 പോയിൻ്റ് ആണോ അതോ 25 ബേസ് പോയിൻ്റ് ആണോ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുക എന്നുള്ള അത് മാത്രമാണ് നിക്ഷേപകരുടെ മനസ്സിലുള്ളൂ. അതായത് ഇതിനു മുമ്പ് ഒരു തവണ പോലും ഇൻട്രസ്റ്റ് റേറ്റ് 100% കട്ടാക്കുമെന്നുള്ള രീതിയിൽ നിക്ഷേപകർ സമീപിച്ചിട്ടില്ല. 25 50 ആണോ? ഇനി 25 ആണെങ്കിൽ അത് മേ ബി നെഗറ്റീവായിട്ട് അത് കണക്കാക്കും. കാരണം ആളുകൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 50 ഇനിയിപ്പോൾ 50 എക്സ്പെക്റ്റ് ചെയ്തത് വന്നത് കാരണം ഫർദറായിട്ടുള്ള റാലിയും ചിലപ്പോൾ ഉണ്ടാവാറില്ല. ഞാൻ പറയുന്നത് ഓരോ സാധ്യതകളാണ്. അപ്പോൾ ഏത് രീതിയിൽ വരുമെന്നുള്ള കാര്യത്തിൽ നമുക്കറിയില്ല. കാരണം ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു ഈവൻ്റാണ് US ഇൻട്രസ്റ്റ് റേറ്റ് സംബന്ധിച്ചുള്ള തീരുമാനവും അതിനുശേഷം വരുന്ന അവിടുത്തെ സെൻട്രൽ ബാങ്ക് തലവന്മാർ US സാമ്പത്തിക സ്ഥിതിയെ പറ്റി നടത്തുന്ന കമൻറ്റും എന്ന് പറയുന്നത് മാർക്കറ്റിൽ ഏത് രീതിയിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ഈവൻറ്റും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത് കുറച്ചും കൂടി പ്രഡിക്റ്റബിലിറ്റി ഒട്ടും ഇല്ലാത്തൊരു ഈവൻ്റാണുള്ളത്. അപ്പോൾ അതാണ് ഈ ബുധനാഴ്ച വരുന്നത്. അപ്പോൾ ആഗോള വിപണിനെ ആ ഒരു ഈവൻറ്റിനെ മാറ്റി നിർത്തിയിട്ടുള്ള ട്രേഡിംഗ് എന്ന് പറയുന്നത് ആത്മഹത്യാപരമാണ്. ഒന്നും അറിയാതെ ട്രേഡ് ചെയ്യുന്ന പോലെ ആയിപ്പോവും. അപ്പോൾ അത് കൃത്യമായിട്ട് അറിയുക. ജസ്റ്റ് ഒന്ന് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വന്ന ആ ഒരു ഈവൻ്റ് ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ കാണാൻ സാധിക്കും. ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ 11:30 PM സെപ്റ്റംബർ 18 ഉള്ളത്. യൂറോസോണിൻ്റെയും UKയുടെയും ഇൻഫ്ലേഷനും മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവിടെ ഉണ്ടെങ്കിൽ കൂടിയും ആ ഒരു പർട്ടിക്കുലർ ഈവൻറ്റ് അറ്റ്ലീസ്റ്റ് ഒന്ന് നോക്കിയേക്കുക. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പുകൾ കാണാൻ സാധിക്കും. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റായിട്ടുള്ള കൊറിയ, ജപ്പാൻ, ചൈന, അതെല്ലാം തന്നെ ഇപ്പോൾ ഏകദേശം ഒരു മിക്സ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ്. ഇതിൽ ജപ്പാൻ മാർക്കറ്റ് മാത്രം 287 പോയിൻറ്റിൻ്റെ ഒരു ഇടിവ്. ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റ് ആകും. കാരണം പ്രത്യേകിച്ച് ട്രിഗർ ചെയ്യാനായിട്ട് നമുക്ക് ആ ഒരു ഇവൻ്റാണ് കാത്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളെ വെള്ളിയാഴ്ചയിലെ ക്ലോസിൽ നിന്നും അത്യാവശ്യം ഭേദപ്പെട്ട രീതിയിൽ ഫ്ലാറ്റായ രീതിയിലാണ് നിൽക്കുന്നത്. പോയിൻറ്റുകളൊന്നും തന്നെ ചോർന്നു പോയിട്ടില്ല. ഇനി കുറച്ച് വ്യത്യസ്ത ഓപ്പൺ ഇൻട്രസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് സ്പോട്ട് ഉള്ളത് 25,356, മേജർ സപ്പോർട്ട് സോൺ 25,000 നിൽക്കുന്നുണ്ട്. റെസിസ്റ്റൻസ് 25,400, അങ്ങനെ വളരെ അഡ്ജസ്റ്റൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. PCR 1.10 എന്ന നിലയിലാണ്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ സ്പോട്ട് ഉള്ളത് 51,900, 52,000 മേജർ റെസിസ്റ്റൻസ് സോണ്, 52,500, 53,000 മേജർ റെസിസ്റ്റൻസ് സോണുകളാണ്. ഫുഡ് സൈഡിലേക്ക് വരുമ്പോൾ 51,500, 51,000 മേജർ സപ്പോർട്ട് സോണായിട്ട് കാണുന്നുണ്ട്. PCR 1.5 എന്ന നിലയിലാണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെയും എക്സ്പയറി കഴിഞ്ഞ് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് നമ്മൾ ഈ ഒരു US ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ കുറച്ചും കൂടി ഇമ്പാക്റ്റ് ആവുന്നത്. ഇനി ബാങ്ക് എക്സ് ഇന്ന് എക്സ്പയറി ഉള്ള സെൻസെക്സിൻ്റെ ബാങ്കിങ് കമ്പനികളുടെ സൂചികയാണ് ബാങ്ക് എക്സ്. സ്പോട്ട് ഉള്ളത് 59,908, മേജർ സപ്പോർട്ട് സോൺ 58,000, 58,500, റെസിസ്റ്റൻസ് സോൺ 59,000, 59,500 എന്ന നിലയിലാണ്. PCR 1.18 എന്ന നിലയിലാണ് ഉള്ളത്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് വരാം. ആദ്യം അദാനി പവറായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസാണ്. മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഗവൺമെൻറ് അദാനി പവറായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 66,600 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള ഹൈബ്രിഡ് സോളാർ പ്രൊജക്റ്റ് തെർമൽ പ്ലാന്റ് ചെയ്യാനായിട്ട് ധാരണയായിട്ടുണ്ട്. ഡിക്സൺ ടെക് കമ്പനി അസൂസ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഇലക്ട്രോണിക് കമ്പനിയായിട്ട് നോട്ട്ബുക്ക്, ലാപ്ടോപ്പ് ഒക്കെ ചെയ്യാനായിട്ട് ധാരണയായി. സൈഡസ് ലൈഫ് കമ്പനി ഇവരുടെ ഒരു പുതിയ US ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയായിട്ട് ഇവരുടെ ആം കമ്പനി, ഇവരുടെ സബ്സിഡിയറി കമ്പനി ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. തെർമാക്സ് കമ്പനിക്ക് 516 കോടി രൂപ വർത്ത് വരുന്ന 300 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ളൊരു എനർജി പ്രൊജക്റ്റ് ലഭിച്ചിട്ടുണ്ട്. ഷുഗർ സ്റ്റോക്കുകൾക്ക് ഉള്ളൊരു ന്യൂസ് ഉള്ളത്, ഗവൺമെൻറ്
ഈ ഷുഗർ കെയിനിൽ നിന്നും എല്ലാം തന്നെ ന്യൂട്രൽ ആൽക്കഹോളിക് എല്ലാം തന്നെ മാനുഫാക്ചർ ചെയ്യാനായിട്ട് അനുവാദം കൊടുത്തു എന്നുള്ള ന്യൂസാണുള്ളത്. ലുമാക്സ് ഓട്ടോ കമ്പനി 221 കോടി രൂപയുടെ ഒരു മേജർ അക്വിസിഷൻ ഗ്രീൻ ഫ്യൂൽ എനർജി സൊല്യൂഷനായിട്ടുള്ള കമ്പനിയിൽ ഇവർ ചെയ്തു എന്നുള്ള ന്യൂസ്. JMR എയർപോർട്ട് പറയുന്നത് ഇവരുടെ ഓഗസ്റ്റിലെ എയർ ട്രാഫിക് 9% ഇയർ ഓൺ ഇയർ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള ന്യൂസ്. സാഗിൾ പ്രീപെയ്ഡ് ആൻഡ് ഓഷ്യൻ സർവീസ് കമ്പനി ഇവർ ഫൗണ്ടർ ലിങ്ക് ടെക്നോളജിയായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. എക്സൈഡ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ബാറ്ററി രംഗത്തെ ലീഡിങ് കമ്പനിയാണ്. ഇവർ 100 കോടി രൂപയാണ് ഇവരുടെ എക്സൈഡ് എനർജി സൊല്യൂഷനിൽ ഇവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. PTC ഇന്ത്യ കമ്പനി ONGC ആയിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ആവാസ് ഫിനാൻസ് കമ്പനി ഇവർ സെപ്റ്റംബർ 18 ഇവരുടെ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. സൊമാറ്റോ കമ്പനി IRCTC ആയിട്ട് ട്രെയിനിൽ ഫുഡൊക്കെ കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനമായിട്ടുണ്ട്. ഇനി ഒരുപാട് ഡിവിഡൻഡ്, IPO നമുക്കറിയാം. IPO ഇപ്പോൾ വളരെയധികം എന്നാണ് ഇതിൻ്റെ ക്ലോസ് ഓപ്പണിങ് എന്നൊക്കെ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ടല്ലേ. അതുപോലെ തന്നെ ഡിവിഡൻഡ്, ഇപ്പോൾ നല്ല കമ്പനീസ് നല്ല ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡിവിഡൻറ്റിൻ്റെ ദിവസമൊക്കെ സ്റ്റോക്ക് ചിലപ്പോൾ ഒന്ന് ഇടിയാറുണ്ട്. കാരണം ഡിവിഡൻഡ് എന്ന് പറയുന്നത് കമ്പനിയുടെ ലാഭം വിഹിതമായതുകൊണ്ട് അത് കൊടുക്കുക എന്ന് പറയുന്നത് കമ്പനിയിൽ നിന്ന് ഉള്ള എല്ലാ ഔട്ട്ഫ്ലോയും അതൊരു ലയബിലിറ്റി ആയിട്ട് കണക്കാക്കപ്പെടും. അതുകൊണ്ട് തന്നെ അന്നേ ദിവസം സ്ലൈറ്റ്ലി ഒന്ന് സ്റ്റോക്ക് ഇടിയാറുണ്ട്. കൂടാതെ തന്നെ ഈ ഡിവിഡൻറ്റിൻ്റെ റെക്കോർഡ് ഡേറ്റിന് അന്നും നമുക്ക് സ്റ്റോക്ക് വിൽക്കാം, എന്നാലും ഡിവിഡൻറ്റ് കിട്ടും. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ആളുകൾ ഡിവിഡൻറ്റ് കിട്ടുകയും ചെയ്യുമെന്നാൽ പിന്നെ ഇറങ്ങാമെന്നുള്ളൊരു പെർസ്പെക്റ്റീവിൽ ഈ റെക്കോർഡ് ഡേറ്റുള്ള ദിവസങ്ങളിൽ ഇറങ്ങുന്നത് കൊണ്ട് റെക്കോർഡ് ഡേറ്റുള്ള സ്റ്റോക്കുകളിൽ ചെറിയൊരു ഫോളൊക്കെ കാണാറുണ്ട്. ചെറിയ ഫോൾ മീൻസ് ആ ഒരു ഡിവിഡൻറ്റിന് അനുപാതികമായിട്ടുള്ള എമൗണ്ടൊക്കെ കുറയാറുണ്ട്. അപ്പോൾ അത് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് എല്ലാം തന്നെ നമ്മുടെ ട്രേഡ് ബഡ്ഡി ടാബിലുണ്ട്. ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ നമ്മൾ ട്രേഡ് ബഡ്ഡി ടാബിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ ടെലഗ്രാം ഒരു വലിയൊരു തലവേദന ആയിട്ടുണ്ട്. ടെലഗ്രാം ആളുകൾ ഈ വീണ്ടും പല ടെലഗ്രാം ചാനലുകളിൽ എല്ലാം തന്നെ ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ലിങ്ക് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളല്ലേ. ഫസ്റ്റ് കമൻറ്റിൽ പോവുക, നേരെ ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക. അതിന് പകരം നമ്മൾ സെർച്ച് ചെയ്ത് നമ്മുടെ പേരിന് സമാനമായി നമ്മുടെ പേര് മാത്രമല്ലോ, ഈ എല്ലാ ഈ ഫിനാൻഷ്യൽ കണ്ടൻറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഡെമ്മി ഒരുപാട് അക്കൗണ്ടുകളുണ്ടാവും. നമ്മൾ എന്തിനാണ് വേറെ അക്കൗണ്ടുകളിലൊക്കെ ജോയിൻ ചെയ്യുന്നത്? അതാത് വീഡിയോയുടെ താഴെ അവരുടെ ടെലഗ്രാം ചാനലിൽ ലിങ്ക് ഇല്ലേ, അത് ക്ലിക്ക് ചെയ്യുക എന്ന് പറയുന്ന ചെറിയ ജോലി മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളൂ. അത് ക്ലിക്ക് ചെയ്യുക, അതിൽ ജോയിൻ ചെയ്യുക. അത് ചെയ്യാതെ വേറെ ചാനലിൽ ജോയിൻ ചെയ്യുന്നതിൻ്റെ ഒരു പിന്നിലുള്ള ചിന്ത എന്താണെന്ന് അറിയില്ല. എനിവേ, ശുഭദിനം. താങ്ക് യു ഓൾ.